ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോവാം. UPSCയുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IASന് സമാനമായി കേരള സർക്കാർ പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവന്ന തസ്തികയാണിത്. KS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ സ്വന്തം IAS ജോലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരള PSC ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഏപ്രിൽ 9 വരെ അപേക്ഷിക്കാവുന്നതാണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാറ്റഗറി നമ്പർ 01/2025 മുതൽ 03/2025 വരെയുള്ള നോട്ടിഫിക്കേഷനിലാണ് KSൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ വേക്കൻസിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെ സാലറി ലഭിക്കും. 3 സ്ട്രീമുകളിലായിട്ടാണ് നിയമനങ്ങൾ നടക്കുന്നത്. 3 രീതിയിലാണ് ഇതിൻ്റെ പ്രായപരിധി അതുകൊണ്ട് നോക്കുന്നത്. ഒന്നാമത്തെ സ്ട്രീമിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്കും, രണ്ടാമത്തെ സ്ട്രീമിൽ 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കും, മൂന്നാമത്തെ സ്ട്രീമിൽ 30 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്ട്രീമാണ് നിങ്ങൾക്ക് അനുയോജ്യമായെന്ന് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാകും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷ നൽകാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ ഇതിലെ അപേക്ഷ നൽകിയിട്ടുണ്ടാവും. ഇനിയും നൽകാത്തവർ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകുക. എക്സാം വഴിയാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഏപ്രിൽ 9 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പഠിച്ച് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ ജോബ് ന്യൂസുകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്